ഇന്ന് സ്മരണയിൽ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് സലീം കുമാറിൻ്റെ മുഖമാണ്. എന്നെപ്പോലെ തന്നെ നിങ്ങളും ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നുണ്ടാവും. കാരണം മലയാള സിനിമയുടെ മുഴുവൻ കാലം നമ്മളെടുത്താൽ ഒരാൾക്ക് എങ്ങനെ എല്ലാ അവസ്ഥകളിലും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ കഴിയും എന്ന് സംശയം തോന്നും. കാരണം കഥാപാത്രങ്ങൾ, അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ മുഴുവൻ നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സാധാരണ ജീവിതത്തിൽ ഒരു സാമൂഹ്യ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മനുഷ്യൻ പ്രതികരിക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ സലീം പ്രതികരിക്കുന്നത് അതേപോലെ തന്നെയാണ്. വളരെ സർക്കാസ്റ്റിക്കായിട്ട് കാര്യങ്ങളെ അദ്ദേഹം വിമർശനങ്ങളിലൂടെ സമീപിക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കലാകാരനാണ്, അതേപോലെ ഒരു വലിയ മനുഷ്യനുമാണ്, ഒരു മനുഷ്യസ്നേഹി എന്ന് പറയാം. ഞാൻ അദ്ദേഹമായിട്ട് വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. തിളക്കം, ലൗഡ് സ്പീക്കർ, ആനച്ചന്തം, നായിക തുടങ്ങിയിട്ടുള്ള സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തിളക്കം മാത്രം മതി. തിളക്കത്തിലെ ഓരോ സീനും, ഓരോ അദ്ദേഹം അഭിനയിച്ച എല്ലാ ഡയലോഗുകളും മലയാളികൾക്ക് ബൈഹാർട്ടാണ്. അത് ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമായിരിക്കാം. പക്ഷേ സലീം ചെയ്തപ്പോഴാണ് അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മളുടെ മനസ്സിലോട്ടങ്ങ് തറച്ച് കയറുന്നത്. ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ ഈ ദിവസങ്ങളിൽ വന്ന മുഴുവൻ മെസ്സേജുകൾ ആദരാഞ്ജലികളുടെ കൂടെ സലീമിൻ്റെ തമാശ ഡയലോഗും ചേർത്തായിരുന്നു. ഒരാൾ നഷ്ടപ്പെടുമ്പോൾ സാധാരണ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഡയലോഗുകളോ അല്ലെങ്കിൽ ക്യാപ്ഷൻസോ ആണ് വരാറ്. സലീമിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എല്ലാം തമാശകൾ നിറഞ്ഞ, അദ്ദേഹം പറഞ്ഞ അവതരിപ്പിച്ച കഥാപാത്രങ്ങളുടെ ഏറ്റവും സുന്ദരമായ ആവിഷ്കാരങ്ങളാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു പോകുന്ന മുഹൂർത്തത്തിൽ അവരൊരു സ്മരണ പോലെ ആദരാഞ്ജലികളുടെ കൂടെ അർപ്പിക്കുന്നത്. അതൊരു അർപ്പണമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു കലാകാരനെ നമുക്ക് കിട്ടില്ല. എന്തൊരു നല്ല മനുഷ്യനാണ് ആ മനുഷ്യൻ. മനുഷ്യസ്നേഹി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടുകളുള്ള ഇടപെടലുകളൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ രീതിയും മറ്റാർക്കും പറയാൻ കഴിയാത്ത രീതിയിലുള്ളതാണ്. നഷ്ടപ്പെടൽ തീർച്ചയായും നഷ്ടപ്പെടൽ തന്നെയാണ്. എങ്കിലും എനിക്ക് ഓർത്തെടുക്കാനുള്ളത് മുഴുവൻ ഞങ്ങളുടെ തിളക്കം സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ മുഹൂർത്തങ്ങളാണ്. ഓരോ രംഗവും, പ്രത്യേകിച്ച് റാഫി മക്കാർട്ടിൻ എഴുതിയ, അവർക്ക് വളരെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ നമ്മൾ ഓരോ സിറ്റുവേഷൻസിനെ ഇംപ്രവൈസ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അതുപോലെ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നതിൽ കൂടുതൽ എങ്ങനെ പറയാൻ കഴിയും. സലീം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച ഞാൻ അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. സാധാരണ അമ്പിളിച്ചേട്ടൻ എന്ന് വിളിക്കുന്ന ജഗതി ശ്രീകുമാർ ഒരു കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നേരത്തെ റിഹേഴ്സലിൽ ചെയ്യില്ല. പക്ഷേ ആ ടേക്കിൻ്റെ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസ് മറ്റെല്ലാവരെയും നിഷ്പ്രഭരാക്കി കളയും. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സമയത്ത് വരുന്നൊരു വളരെ വലിയൊരു ഇംപ്രവൈസേഷനാണ്. പക്ഷേ സലീം അങ്ങനെയല്ല. സലീം കൂടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുകളെയും കൂടെ ചേർത്ത് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നോക്കുന്ന ഒരു രീതിയാണ് സലീമിൻ്റെ. നിങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കഞ്ചാവ് വലിക്കുന്ന സീൻ തിളക്കത്തിലെ ഐ ആം ദി സോറി എളിയ എന്നൊക്കെ പറയുന്ന ആ സീക്വൻസ്, അതേപോലെ ഒരുപാട് ഡയലോഗുകൾ, വനജയുമായിട്ടുള്ള സംഭാഷണ ആ സിറ്റുവേഷൻസ്, നിനക്ക് ആദ്യം ആരാണെന്നാണ് തോന്നിയത് എന്ന് ചോദിക്കുന്ന ആ രംഗം, ഓരോന്നും ആ സിറ്റുവേഷനിൽ ഇംപ്രവൈസ് ചെയ്തതാണ്. നമ്മളിന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ട്രോൾ ചെയ്യുന്ന ഓരോ കോമഡി സീക്വൻസിൻ്റെയും പിന്നിൽ സലീം കൊടുത്തൊരു എഫേർട്ടുണ്ട്. തിരക്കഥാകൃത്ത് എഴുതി വെച്ചതല്ലാതെ സലീം ഇംപ്രവൈസ് ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ പറഞ്ഞു ഒരുപക്ഷെ എനിക്കൊന്ന് സലീമിൻ്റെ സ്വന്തം ഡയലോഗായിരിക്കാം. അങ്ങനെയാണ് സലീം സിറ്റുവേഷനെ കാണുന്നത്. എൻ്റെ അനുഭവത്തിൽ ഏതൊരു സീനും
അതിൻ്റെ നമ്മൾ വിചാരിച്ചതിൻ്റെ 10 മടങ്ങ് മേലേക്ക് മറ്റുള്ളവരെയും കൂടെ ചേർത്ത്, മറ്റ് കഥാപാത്രങ്ങളെയും കൂടെ ചേർത്ത് സലീം അവതരിപ്പിച്ച് തരുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതി, അത് മറക്കാൻ കഴിയില്ല. മലയാള സിനിമയിൽ മലയാളത്തിന് സലീമിനെ എനിക്ക് തോന്നുന്നു അതിനോട് സമാനമായിട്ടോ അല്ലെ സലീമിനെ പോലെ എന്ന് പറയാൻ ആരും ഇല്ല. ചിരിച്ചല്ല സലീമിനെ ഞാൻ കണ്ടിട്ടില്ല. അത് സിനിമയിൽ മാത്രമല്ല, അല്ലാതെയും സാധാരണ ജീവിതത്തിലും സലീമിൻ്റെ വീട്ടിൽ പോകുമ്പോഴും നമ്മൾ കാണുന്ന സ്വതസിദ്ധമായ ചിരി എന്ന് പറയുമല്ലോ, എല്ലാത്തിനെയും അങ്ങനെ നോക്കി കാണുന്നു. എപ്പോഴും ഞാൻ കാണുന്ന 1-2 വർഷം മുൻപാണ്, പക്ഷേ അന്ന് കാണുമ്പോഴും അടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥയെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സംസാരിക്കുന്നത് ആദാമിൻ്റെ മകൻ അബു പോലെ, അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ പോലെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥാതന്തു ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത്. അങ്ങനെ ഒരു കഥയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ സംസാരിക്കാറുള്ളത്. നമുക്ക് ഒരാൾ നഷ്ടപ്പെടുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു ആക്ടറെ മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഒരു കാലം നമുക്ക് നഷ്ടമാകുക. എങ്ങനെയാണ് അത് തിരിച്ചു പിടിക്കുക എന്നറിയില്ല. എന്നാലും സലീമിനെ ഓർക്കാതെ വയ്യ. എൻ്റെ സിനിമകൾ വളരെ കുറച്ച് മാത്രമേ എനിക്ക് സലീമുമായിട്ട് സഹകരിക്കാൻ കഴിഞ്ഞുള്ളെങ്കിൽ കൂടെ ഇത്രയും നല്ലൊരു കലാകാരനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ഞാൻ പറഞ്ഞ പോലെ ഒരേപോലെ അഭിനേതാവും അതേപോലെ തന്നെ ജീവിതത്തിലും അദ്ദേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മറ്റൊരു സഹപ്രവർത്തകനും അതോടൊപ്പം തന്നെ സാധാരണക്കാരനും ഒരുപോലെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. അതിൻ്റെ ഉദാഹരണം അദ്ദേഹത്തിൻ്റെ വീട് കയറിത്താമസത്തിന്, പുതിയ വീട് വെച്ച് കയറിത്താമസത്തിന് ഞാൻ ചെല്ലുമ്പോൾ സാധാരണ സിനിമാക്കാരുടെ വീടുകളിലൊക്കെ സിനിമാക്കാരുടെ അതിപ്രസരായിരിക്കും. ഇവിടെ നാട്ടുകാർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം തൊട്ട് വന്നിട്ടുള്ള, അദ്ദേഹം പരിചയപ്പെട്ടിട്ടുള്ള എല്ലാ സാധാരണക്കാരും നമ്മൾ വീട്ടിൽ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ സിനിമാക്കാർക്ക് 2ാം സ്ഥാനം ഉണ്ടായിരുന്നുള്ളൂ. അതൊരു സലീമിൻ്റെ മനസ്സ്, അതൊരു വലിയ മനസ്സാണ്. സലീമിൻ്റെ പ്രതിഭ എനിക്ക് തോന്നുന്നു സിനിമാ ചരിത്രത്തിൽ എന്നും വേറിട്ട് നിലനിൽക്കും. അതെന്നും നമ്മളുടെ മനസ്സിൽ ഓർമ്മയായി ഉണ്ടാവും. സലീമിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.